നമസ്കാരം, ഞാൻ മൃണാൾ. ഒരു ഹൈവേയുടെ സൈഡിൽ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും സ്റ്റാർ ബിരിയാണി. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 50 കൂടുതലെങ്ങാനും ഉണ്ട്. ഒറിജിനൽ സ്റ്റാർ ബിരിയാണി ആമ്പൂരാണ് തുടങ്ങിയത്. ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 130 അങ്ങനെ എന്തോ കൊല്ലം മുമ്പാണ്. ഇപ്പം ഇത് വളർന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബിരിയാണി ചെയിനായി മാറിയെന്നാ തോന്നുന്നു. 50 കൂടുതലുണ്ട്. ശരിയാണ്, കർണാടകയിലും ഹൈദരാബാദിലും ഒക്കെ ബിരിയാണി ബ്രാൻഡുകളുണ്ട്, പാകിസ്ഥാനി ബിരിയാണി ബ്രാൻഡുകളുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ ബിരിയാണി ബ്രാൻഡാന്നുള്ള ഉറപ്പാണ്. മേ ബി ചിലപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലുതായിരിക്കും. ഇത് ചെന്നൈ ബിരിയാണിയുടെയും കോയമ്പത്തൂർ ബിരിയാണിൻ്റെ ഇടയിലുള്ളൊരു കളറായിരിക്കണം അല്ലേ? റെഡാണോ എന്ന് വെച്ചാൽ റെഡല്ല, പക്ഷെ വൈറ്റും അല്ല. കോയമ്പത്തൂർ ബിരിയാണി പ്യൂർ വൈറ്റ് അല്ല. പക്ഷെ നല്ലൊരു പഞ്ചുണ്ട്. എരിവാണ് അതിൻ്റെ ഒരു ഒരു രക്ഷയില്ല. നല്ല വഴുതനങ്ങ കറി. അത് ഇതിലേക്ക് ഒരു പുളിയുടെ ഒരു ഫ്ലേവറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എക്സലൻറ്റ്. കറക്റ്റ് വേവ. ഒരു ബൈറ്റ് കിട്ടുന്നുണ്ട്, കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ വരുമ്പോൾ റൈസിൻ്റെ ഫ്ലേവർ ശരിക്കും മാറുന്നുണ്ട്. റൈസിന് ചിക്കൻ്റെ ഫ്ലേവർ കുറവാണ്. ചിക്കൻ തന്നെ വെച്ച് കഴിക്കണം, എന്നാലേ ചിക്കൻ ബിരിയാണിയാണെന്ന് നമ്മുടെ നാവ് നമ്മളോട് പറയുന്നു. ഇതുപോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് ബിരിയാണി റൈസ് വാങ്ങിയിട്ട് ഒരു വെജിറ്റേറിയനെ കൊടുത്ത് പരീക്ഷിച്ച് നോക്കിയാലോ? ഒരു സ്ലൈറ്റ് ചിക്കൻ്റെ ഫ്ലേവർ എങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ പറയില്ലേ? പക്ഷെ അത് പറഞ്ഞതിന് ശേഷം അയാൾ എന്നെ കൊല്ലുമായിരിക്കും അല്ലേ? റൈത്തൊക്കെ ഒരു കുഴപ്പമുണ്ട്. അതിനകത്ത് ഉള്ളി പല ഷേപ്പിൽ തറച്ചിട്ടിരിക്കുക. നമ്മൾ കടിക്കുമ്പോൾ പ്രോമിനൻ്റ് ആയിട്ട് ഉള്ളിയുടെ ആ ഒരു ഇതാണ് വരുന്നത്. സർവീസാണ്. റഹ്മാനിയിൽ പണ്ട് പോയി കഴിച്ച ബിരിയാണിയുടെ അത്ര വരുമെന്ന് ഞാൻ പറയില്ല, പക്ഷേ നല്ല ബിരിയാണിയാണ്. ശരിക്കും ആ റഹ്മാനിയുടെ ആ ഒരു എസെൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്റ്റാർ ബിരിയാണിയും ഔട്ട്ലെറ്റ് തമിഴ്നാട് മുഴുവൻ കാണാം. അവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ദിസ് ഇസ് ഫൈൻ. ഇവിടെ തന്നെ ഒന്നിന് കൂടുതൽ സ്റ്റാർ ബിരിയാണി ഉണ്ട് ഈ റോട്ടിൽ തൊട്ടടുത്തടുത്ത് തന്നെ. ചിലപ്പോൾ വേറെ ആൾക്കാർ നടത്തുന്നതാണോ എങ്ങനെയാണെന്ന് അറിയില്ല. ചില ബ്രാഞ്ചുകളാണ്. അച്ചാർ തമിഴ്നാട്ടിൽ ഒരു ബിരിയാണിയുടെ കൂടി സെർവ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇതിനൊന്നും അച്ചാർ വേണ്ട കേട്ടോ. റൈസിന് തന്നെ നല്ല നൈസ്. ഇതെന്താ ഇത്ര നീളമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് മട്ടൻ്റെ വാരിയല്ല. മട്ടൻ്റെ ടേസ്റ്റ് ശരിക്കും അനുഭവിക്കാം. സ്മോക്കിനെസ് ഉണ്ട്. നല്ലോണം ഉള്ളിയിട്ട് അതിൻ്റെ ചെറിയ കാരമലൈസേഷനും ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ട്. മട്ടൻ ബിരിയാണിയിൽ മട്ടൻ്റെ പീസസിന് ചിക്കൻ്റെ അത്ര വലിപ്പം എന്തായാലും ഉണ്ടാവില്ല, എന്നാലും മുതലാവില്ല. മാത്രമല്ല ഇതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും ചെറിയ ബിരിയാണി പോർഷൻ എൻ്റെ ട്രിപ്പിൽ. മറ്റെല്ലായിടത്തും വലിയ പോർഷനായിരുന്നു റൈസ്. എൻ്റയർലി ഡിഫറൻസ് സ്മെല്ലിൻ്റെ ആയിരുന്നു. കാരണം നല്ലോണം ഏലക്കയുടെ സ്മെല്ലുണ്ട്. ഏലക്ക പൊതി പൊട്ടിക്കുമ്പോൾ അറിയാതെ വീണുപോയതാണോ? മറ്റേതിനകത്ത് ഇത്ര ഏലക്കയുടെ സ്മെല്ലില്ലല്ലോ. കോയമ്പത്തൂർ ബിരിയാണിക്കാണ് സ്പൈസസിൻ്റെ
കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടൊരു സ്മെല്ലുണ്ടായിരുന്നു. അല്ല, അത് ഓഫ് കോഴ്സ് കേരള ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. ദിസ് ഇസ് ബെറ്റർ. ശരിക്കൊരു മീറ്റി ഫ്ലേവർ ഉണ്ട് റൈസിന്. ചിക്കൻ അത്ര എരിവില്ല. തക്കാളിയുടെ ടേസ്റ്റും എല്ലാം ഉണ്ട്. പണ്ട് പോയപ്പോൾ റഹ്മാനിയയിൽ നല്ല വിറകട്ടപ്പിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ ഇപ്പം അങ്ങനെയൊന്നും ആയിരിക്കില്ലായിരിക്കും. എന്നാലും മട്ടൻ്റെ വേവൊക്കെ കിടിലാണ്. ഇത്തിരി നല്ല ബിരിയാണി ആയിട്ടും ഇവിടെ ആൾക്കാർ പൊതുവെ കുറവാണ്. നല്ല തിരക്കുള്ള ഹൈവേയിൽ ഈ സമയത്ത് ഇപ്പോൾ വാണിയമ്പാടി റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, അത്രയും ടേസ്റ്റുള്ള ഫുഡ് അഹമ്മദിയ, അത്രയും ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടായിട്ടും ഹൈവേയിൽ അത്രയും ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ടായിട്ടും അവിടെ ഒരു തിരക്ക് ഫീൽ ചെയ്തില്ല. ബിരിയാണി വഴുതിനിങ്ങയുടെ കൂടെ കഴിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചിരിക്കുമായിരിക്കും. അതിപ്പോൾ കൊൽക്കത്ത ബിരിയാണിയിൽ ഉരുളക്കിഴങ്ങുണ്ടെന്ന് പറയുമ്പോൾ അത് കഴിക്കാത്തവർ ചിരിക്കുന്ന പോലെയാണ്. കഴിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ അതിൻ്റെ സുഖം. കറക്റ്റ് കോമ്പിനേഷൻ. ഇത്രയും ചെയ്തതിന് ശേഷം ചെറിയ പീസ് ഉള്ളി പല ഷേപ്പിൽ തറച്ച് മുറിച്ചിട്ടിരിക്കുകയാണ്. ഇതിലും വലിയ പീസൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. കഴിച്ചു പോയതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മട്ടൻ. മട്ടൺ ഈസ് റിയലി നൈസ്. തുടക്കത്തിൽ ഞാൻ തമിഴ്നാട്ടിൽ കണ്ട ഏറ്റവും ചെറിയ പോർഷനാണെന്ന് പറഞ്ഞെങ്കിൽ ഇത് കറക്റ്റാട്ടോ. ഞങ്ങൾ രണ്ടുപേർക്ക് കറക്റ്റ് കഴിച്ചു തീർക്കാൻ പറ്റുന്ന പോർഷനാണ്.